കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിന് പിന്നാലെ വൻ സംഘർഷമാണ് ഉണ്ടായിരിക്കുന്നത്. SFI KSU പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്ത് ഏറ്റുമുട്ടുന്ന സാഹചര്യം. ഇരു വിഭാഗത്തെയും നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിരിക്കുന്നു. സെനറ്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തടയാൻ KSU പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടു എന്നാണ് SFI ആരോപിക്കുന്നത്. SFI പ്രവർത്തകർ തുടരെ കല്ലേറ് നടത്തിയെന്ന് KSUവും ആരോപിക്കുന്നുണ്ട്. ഹാൻസ് ജോൺ ചേരുന്നു വിവരങ്ങളുമായി. ഹാൻസ്, ഏതായാലും വലിയ സംഘർഷമാണ് അവിടെ നടന്നത്. നേരത്തെയൊക്കെ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ നിന്ന് അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? ലക്ഷ്മി, ഇന്നായിരുന്നു കേരള സർവകലാശാല യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി രാവിലെ 10 മണിക്ക് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. തുടർന്ന് 2 മണിക്കാണ് ഇതിൻ്റെ വോട്ടെണ്ണൽ പ്രക്രിയ ക്രമീകരിച്ചിരുന്നത്. ഇതിൻ്റെ ഭാഗമായി 2 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുകയും ആദ്യം വിവിധ ഘട്ടങ്ങളായിട്ടായിരുന്നു ഈ വോട്ടെണ്ണൽ പ്രക്രിയ ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി ആദ്യം വിദ്യാർത്ഥി യൂണിയൻ്റെ വോട്ടെണ്ണൽ നടക്കുകയും അതിൽ SFI വിജയിക്കുകയും ചെയ്തിരുന്നു. 7 സീറ്റിൽ 6 സീറ്റുകളാണ് SFI വിജയിച്ചത്. അതിൽ ഒരു സീറ്റ് KSU നേടുന്ന ഒരവസ്ഥയുണ്ടായി. വൈസ് ചെയർപേഴ്സൺ സീറ്റാണ് KSU നേടിയത്. ഇതിനോടൊപ്പം തന്നെ ഇതായിട്ടുള്ള അക്കൗണ്ട്സ് കമ്മിറ്റി, അതിൽ 5 സീറ്റാണ് ഉണ്ടായത്. അതിൽ 4 സീറ്റുകൾ SFI നേടി, ഒരു സീറ്റ് KSU ലഭിക്കുന്ന സാഹചര്യം. പിന്നീടാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വോട്ടെണ്ണലിലേക്ക് കടന്നത്. അത് 15 സീറ്റുകൾക്കായിരുന്നു മത്സരം നടന്നത്. അതിൽ 11 സീറ്റുകളിൽ SFI വിജയിക്കുകയും 4 എണ്ണത്തിൽ KSU വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായിട്ടും ആദ്യത്തെ വിജയത്തിന് ശേഷം, വിദ്യാർത്ഥി യൂണിയൻ വിജയത്തിന് ശേഷം SFI പ്രവർത്തകർ പുറത്തേക്ക് ഈ വഴി പുറത്തേക്ക് ഇറങ്ങുകയും ഇവിടെ കൂട്ടം കൂടി നിന്ന് പ്രകടനം നടത്തുകയും ചെയ്തു. ഇതിനോടൊപ്പം തന്നെ KSU പ്രവർത്തകരും സർവകലാശാല ആസ്ഥാനത്ത് തമ്പടിച്ചിരുന്നു. അവർ ഇവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. പക്ഷേ നമ്മളുടെ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലുള്ള ചിത്തിര തിരുനാളിൻ്റെ പ്രതിമയ്ക്ക് സമീപം KSU പ്രവർത്തകരും തമ്പടിച്ച് പ്രകടനം നടത്തി. ഇതിനിടയിലാണ് ഒരു കൂട്ടം SFI KSU പ്രവർത്തകർ തമ്മിൽ ആ ഭാഗത്ത് വെച്ച് തന്നെ സംഘർഷമുണ്ടായത്. ആദ്യം പരിക്കേൽക്കുന്നത് SFI പ്രവർത്തകനായിട്ടുള്ള ധനേഷിനാണ്. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ഹെൽമറ്റ് വെച്ച് KSU പ്രവർത്തകർ അടിച്ചു എന്നാണ് SFI പ്രവർത്തകർ പറയുന്നത്. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ തല പൊട്ടി ചോര വന്നിരുന്നു. തുടർന്നാണ് ഈ സംഘർഷം വലിയൊരു രീതിയിലേക്ക് പോകുന്നത്. SFI പ്രവർത്തകരും KSU പ്രവർത്തകരും തമ്മിലടിക്കുകയും അതിനോടൊപ്പം തന്നെ പോലീസിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. കൂടാതെ SFI പ്രവർത്തകർ അടക്കമുള്ള അവർ KSUവിൻ്റെ സ്ത്രീ നേതാക്കളെ അസഭ്യം പറയുന്ന ഒരു രീതിയിലേക്ക് വരെ കാര്യങ്ങൾ കടന്നു. ഇതിനിടയിലാണ് സർവകലാശാല ആസ്ഥാനത്തിൻ്റെ പ്രധാന ഗേറ്റ് പോലീസ് അടച്ചത്. തുടർന്ന് പുറത്തു നിന്നെത്തിയ KSU പ്രവർത്തകർ അകത്ത് നിന്ന് SFI പ്രവർത്തകർ പുറത്തേക്കും കല്ലുകൾ വലിച്ചെറിയാൻ തുടങ്ങി. അത് വീണ്ടും സംഘർഷത്തിൻ്റെ ഒരു സാഹചര്യം മാറ്റിമറിച്ചു. പിന്നീടാണ് KSU പ്രവർത്തകർ റോഡ് ഉപരോധിച്ചുകൊണ്ട് കാര്യങ്ങളിലേക്ക് കടന്നത്. അവിടെ വെച്ചാണ് KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള നെസിയ തല കറങ്ങി വീണത്. പിന്നീട് അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. അതിനോടൊപ്പം തന്നെ മറ്റ് KSU പ്രവർത്തകരായിട്ടുള്ള ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഗോപു നെയ്യാറിനും പരിക്കേറ്റതായി അദ്ദേഹം അവിടെ വെച്ച് പറയുകയുണ്ടായി. ഇതിനോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന 5ഓളം SFI പ്രവർത്തകർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അവരെല്ലാം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. SFI പാളയം ഏരിയ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ധനേഷ്, SFI യൂണിവേഴ്സിറ്റി കോളേജ് ജനറൽ സെക്രട്ടറി ആബിദ് ജാഫർ ഖാൻ, ജില്ലാ കമ്മിറ്റി അംഗം ദിലീപ്, സംസ്ഥാന കമ്മിറ്റി അംഗം റോഷൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടോണി എന്നിവർക്കും അതിനോടൊപ്പം തന്നെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള M ശിവപ്രസാദിനും അടക്കം കൈക്കും തലക്കും എല്ലാം സാരമായ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും നിലവിൽ 3 തെരഞ്ഞെടുപ്പുകളുടെ ഫലമാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ്, അതിനോടൊപ്പം തന്നെ അക്കൗണ്ട്സ് കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ശക്തമായ രീതിയിൽ SFI വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും 2 തെരഞ്ഞെടുപ്പുകളുടെ ഫലം വരാനുണ്ട്. അത് സെനറ്റിൻ്റെയും അതിനോടൊപ്പം തന്നെ സ്റ്റുഡൻസ് കൗൺസിലിൻ്റെയുമാണ്. ആ വോട്ടെണ്ണൽ പ്രക്രിയ നടക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ വലിയൊരു സംഘർഷത്തിലേക്ക് സർവകലാശാല ആസ്ഥാനം മാറിയത്. പക്ഷേ ഇപ്പോൾ നിലവിൽ താൽക്കാലികമായി ഈ 2 തെരഞ്ഞെടുപ്പുകളുടെയും വോട്ടെണ്ണൽ നിർത്തിവച്ചിട്ടുണ്ട്. സർവകലാശാല പ്രതിനിധികളും ഇപ്പോൾ ആസ്ഥാനത്തുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ സാഹചര്യം ഇപ്പോൾ അയഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരത്തെ KSU പ്രവർത്തകർ പുറത്ത് തമ്പടിച്ചിരുന്നു. പക്ഷേ അവർ ഇപ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞ് DC ഓഫീസിലോട്ട് പോയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ SFI പ്രവർത്തകരും സംസ്ഥാന നേതൃത്വവും എല്ലാം തന്നെ ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് തമ്പടിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ വോട്ടെണ്ണൽ പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലക്ഷ്മി, കേരള സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.